അതാണ്ട് ഈ നിൽക്കുന്ന അച്ഛനെ 51 മക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രിയപ്പെട്ടവർ, സുഹൈലാണ്. ഈ അച്ഛനും 56 മക്കൾ ഇപ്പോൾ പെരുവഴിയിലാണ്. ഞാൻ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഈ പെരുവഴിയിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് 55 പേരും ഈ അച്ഛനും അന്നും പെരുവഴിയിലായിരുന്നു. പക്ഷെ അതിനുശേഷം അച്ഛാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടായില്ലേ അച്ഛാ? ഇതുവരെ ഒരു മോചനം ഉണ്ടായില്ല. ഇല്ല. അന്ന് എന്ത് സത്യത്തിൽ സംഭവിച്ചത്? ആ 2 വർഷമായി നമ്മൾ വീഡിയോ എടുത്തിട്ട്. 2.5 വർഷമായി നമ്മൾ വീഡിയോ എടുത്തിട്ട്. അന്ന് നമ്മളടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിലാണ് സുഹൈല് നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നതും. അന്ന് മുതൽ ഇന്ന് വരെയും സുഹൈൽ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളതൊരു യാഥാർത്ഥ്യവും കൂടിയാണ്. കേൾക്കുന്ന പ്രേക്ഷകർക്കും അതൊരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കും. അങ്ങനെ വീണ്ടും നമ്മൾ പെരുവഴിയിലാണ്. ഈ കാണുന്ന കർമ്മേൽ സ്നേഹനിലയം എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ തേവലക്കരയുള്ള ഈ സ്ഥാപനത്തിൽ ഈ കാണുന്ന വാടക കെട്ടിടത്തിൽ ഏകദേശം എത്ര വർഷമായിട്ട് മൊത്തത്തിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം? നമ്മൾ 4 വർഷമായിട്ട് ഈ വാടക കെട്ടിടത്തിലാണ്. ഈ വാടക കെട്ടിടത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന അവർ വിദേശത്തായിരുന്നു. അപ്പോൾ വിദേശത്ത് അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചെത്താൻ പോവാണ്. പല വർഷങ്ങളായിട്ട് അവർ പറയുന്നു. നമ്മൾ ഒഴിവഴിവുകൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇത്ര നാൾ നീട്ടിക്കുന്നത്. ജനുവരി പറഞ്ഞെങ്കിലും നമ്മൾ വീണ്ടും അവരോട് ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ഫെബ്രുവരി 15 ആക്കി. ഫെബ്രുവരി 15 കഴിഞ്ഞിടയ്ക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ അവസാനം അവർ നമ്മളോട്, ഞാൻ വേറെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ വഴി അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി ഒരു അവധി പറയരുതേ, കാരണം ഞങ്ങൾക്ക് എൻ്റെ മകളുടെ കല്യാണമാണ്, അതിനു മുമ്പ് ഈ വീടൊക്കെ വൃത്തിയാക്കണം, അവർക്ക് ഇവിടെ സെറ്റിൽ ആവണം. സുഹൈലിന് മനസ്സിലായല്ലോ, ഇവരാരും നമ്മളെപ്പോലെ മെന്റലി ഏബിൾ ആയിട്ടുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഫെസിലിറ്റികൾ ആ രീതിയിൽ തന്നെ ക്രമീകരിച്ച് മതിയാവും. താൽക്കാലിക ഒരു ചെറിയ ഷെഡ് പണിയണമെങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കിക്കോണം എത്ര രൂപ ആവും എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം, താമസം, അച്ഛൻ എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്? ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ അനേകം മക്കള്. ഇപ്പൊ സുഹൈൽ അന്ന് വന്നിട്ട് എന്നെ വിട്ടിട്ട് പോകാൻ ഇതുവരെ തോന്നിയിട്ടുണ്ട്. സുഹൈലിന്റെ കെയർ ഓഫിൽ വരുന്ന എത്രയോ പേര് ഇവിടെ വന്ന് നമുക്ക് അന്നം തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും കെയർ ഓഫിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളും സാധനങ്ങളുമാണ് ഇവരുടെ അന്നമായിട്ടും അവരുടെ മറ്റ് ആവശ്യങ്ങളുമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. അത് അച്ഛൻ ഒറ്റയ്ക്ക്, സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ വലിയൊരു കഷ്ടപ്പാട് ഞാൻ ഈ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഓടാവുന്നതിൻ്റെ മാക്സിമം ഈ മനുഷ്യൻ രാവിലെ തൊട്ട് ഓടുന്നുണ്ട്. പല സ്ഥലത്തും പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നവരെല്ലാം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബൈക്കിൽ ഇനി പോകാൻ മറ്റു സ്ഥലങ്ങളൊന്നുമില്ല അച്ഛാ, ഇല്ല? കവർ ചെയ്യാൻ എല്ലായിടത്തും കടം ചോദിക്കാനും ആരുമില്ല. മാക്സിമം കാണാൻ പറ്റുന്നവരെല്ലാം കണ്ട് ഈ മനുഷ്യന്റെ സർവ്വ ആരോഗ്യവും പരിശ്രമിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എത്താവുന്നതിന്റെ ഒരു പരിധി മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഒരു വലിയ ആശ്വാസം. ആ മനുഷ്യൻ 2 വർഷം കൊണ്ട് പൈസ കൊടുത്ത് തീർത്താൽ മതി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വന്തം കെട്ടിടത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത തുറന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പം പ്രിയപ്പെട്ടവരുടെ ഒരു സഹായം ഉണ്ടായാൽ, അതിനകത്ത് ഒരു വാടക കെട്ടിടം നമുക്ക് അതിനകത്തൊരു കെട്ടിടം, ഒരു താൽക്കാലിക കെട്ടിടമെങ്കിലും ഉണ്ടായാൽ പിന്നെ നമ്മൾ അങ്ങ് പണിഞ്ഞോളൂ. തീർച്ചയായിട്ടും അവിടേക്ക് വരുന്നവരോട് നമുക്ക് ആവശ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന്